ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീജനോട് വേറെ ചോദിക്കുകയാണ് രാധയ്ക്ക് എങ്ങനെയാണ് ആ വീട്ടുകാരുമായിട്ട് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, രാധയുടെ അമ്മ അവിടെ അച്ഛന് തൊടിയിലൊക്കെ സഹായിക്കാൻ വന്നിരുന്നു, കൃഷിപ്പണിയിലൊക്കെ. പിന്നെ രാധ ചെറുപ്പം മുതലേ തന്നെ അവിടെ തന്നെയായിരുന്നു. രാധയുടെ അച്ഛനമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് രാധനോട് എങ്ങനെയായിരുന്നു? ഓ, അതറിയാനാണല്ലേ താല്പര്യം. അല്ല, ഇന്ന് വിക്രമിന് രാധനോട് താല്പര്യമൊന്നുമില്ല എന്നറിയാം, മുമ്പ് എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എൻ്റെ അറിവിൽ അങ്ങനെ വിക്രമിന് രാധനോട് പ്രത്യേകിച്ച് അടുപ്പോ ഇഷ്ടമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രാധയുടെ മനസ്സിൽ അങ്ങനെയല്ലായിരുന്നു. രാധയ്ക്ക് വിക്രമിനോട് ഇഷ്ടമായിരുന്നു, അതറിയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതറിയാം എന്ന് പറയാന്ന് പിന്നീട് കഥ പറയാണ് കേട്ടോ. വിക്രം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് രാധ അങ്ങനെ സൈക്കിളിൽ വരികയാണ് കേട്ടോ. രാധയും സ്കൂൾ യൂണിഫോമിലാണ്. അപ്പോൾ രാധ, വിക്രമേട്ടാ, ഞാൻ ഇത്ര സമയമായി വിളിക്കുന്നു. ആഹാ, നീ കുറേ നേരമായി എന്നെ വിളിക്കുന്നു. ഞാൻ അരവിന്ദേട്ടൻ്റെ ചായക്കടയിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് വിക്രമേട്ടൻ പോകുന്നത് കണ്ടത്. അപ്പം തുടങ്ങി വിളിക്കുന്നതാണെന്ന് പറയട്ടോ. നീ എന്തിനാ അരവിന്ദേട്ടൻ്റെ ചായക്കടയിൽ ചായ കുടിക്കാൻ? എന്താ നീ ഒറ്റയ്ക്കോ എന്ന് ചോദിക്കാം. എന്താ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, നിനക്ക് ഇതിനൊക്കെ കാശ് എവിടെ നിന്നാന്ന് ചോദിക്കും കേട്ടോ. കാശ് ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റണോ എന്ന് ചോദിക്കട്ടോ. അടിച്ചു മാറ്റണേ. ആഹാ, അത് ശരി, നീ ആളെ കൊള്ളാലോ എന്ന് പറയാൻ കേട്ടോ. അപ്പം അച്ഛൻ രാത്രി കുടിച്ച് പൂസായിട്ടല്ലേ വരുന്നത്, അപ്പം അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് കാശൊക്കെ അടിച്ച് മാറ്റാറുണ്ട് എന്ന് പറയും. ഞാൻ അയ്യപ്പേട്ടനെ കാണട്ടെ. അയ്യോ, അച്ഛനോട് പറയില്ലേട്ടാ. ഇനിയിപ്പോൾ അഥവാ അച്ഛനോട് പറഞ്ഞാലും മാഷോട് പറയില്ലേട്ടാ, പിന്നെ എന്നെ ഗുണദോഷിച്ച് ഒരു വഴിയാക്കും എന്നൊക്കെ രാധ പറയുകയാണേ. അപ്പോൾ രാധ ചോദിക്കുകയാണ്, ഈ വിക്രമേട്ടൻ എങ്ങനെ +2 ഒക്കെ പഠിച്ച് പാസ്സായത്? എനിക്കതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. വെറുതെ അല്ല നീ ക്ലാസ് കട്ട് ചെയ്തത്. അതെങ്ങനെ മനസ്സിലായി ഞാൻ ക്ലാസ് കട്ട് ചെയ്തത്? അല്ല, സ്കൂൾ വിടേണ്ട സമയമായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി തന്നെയാണ്. അപ്പോൾ അമ്മ വീട്ടിലുണ്ടാവില്ലേ? അമ്മ ചോദിക്കൂലേ? അമ്മ 6 മണിയാവും വരുമ്പോഴേക്കും എന്ന് പറയാം കേട്ടോ. ഇയാൾ കൊള്ളാലോ എന്ന് പറയട്ടെ. എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നും താല്പര്യമില്ല. എനിക്ക് വേഗം തന്നെ പഠിപ്പൊക്കെ നിർത്തി കല്യാണം കഴിച്ച് ജീവിക്കണം എന്നാണ്. നിനക്ക് കല്യാണം കഴിക്കാനാണോ ആഗ്രഹം? കല്യാണം കഴിക്കണം. മനസ്സിലൊരാളുണ്ട്. മനസ്സിലാളുണ്ടോ? അതാരാണ്? അതൊരാൾ എന്ന് പറയട്ടോ. എന്ന് പറയട്ടോ വിക്രം. അത് പിന്നെ വിജയത്തിലുണ്ട്, പരാജയത്തില്ല, ആക്രാന്തത്തിലുണ്ട്, വേറെ എന്തോ ഒരു വാക്കും കൂടെ പറയൂട്ടോ. അപ്പോൾ വിക്രമാണെന്ന് വിക്രമിന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം ഇപ്പം മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. ഒരു മാഷിൻ്റെ മകനാണ് എന്ന് പറയട്ടോ. അപ്പോഴും വിക്രമിന് മനസ്സിലാവുന്നില്ല കേട്ടോ. വിക്രം പറയും, എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പേര് പറയട്ടെ എന്ന് ചോദിക്കട്ടെ. പേര് പറയേ എന്ന് പറയട്ടോ. അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും വിക്രം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രത്തിന് ഇങ്ങനെ ദേഷ്യം വരാണ് കേട്ടോ. വിക്രം ഒരു വടി എടുക്കാനായിട്ട്, നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വടി എടുക്കാനായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രാധ സൈക്കിളും കൊണ്ട് അങ്ങ് ഓടിപ്പോകാണ് കേട്ടോ. എന്നിട്ട് ദൂരെ ചെന്ന് നിന്നിട്ട് വിക്രമിനെ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് വിളിച്ച് പറയാൻ കേട്ടോ ഉറക്കനെ. വിക്രമാണെന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ടൊന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി വിക്രം ഉറക്കളച്ചിരുന്നിട്ട് പഠിക്കാൻ കേട്ടോ. പഠിക്കുന്ന സമയത്ത് മാഷ് വന്ന് നോക്കുകയാണ്. അപ്പം ഇങ്ങനെ കൊട്ടുവായൊക്കെ ഇടുന്ന കാണുമ്പോൾ മാഷ് ഒരു കാപ്പി കൊണ്ട് കൊടുക്കുകയാണ്. കാപ്പി കുടിച്ചിട്ട് പഠിക്കാനിരുന്നോ. പിന്നെ ഒരുപാട് സമയമൊന്നും പഠിക്കേണ്ട, രാവിലെ ക്ഷീണം തോന്നും, അധികം പഠിക്കേണ്ട, കിടന്നോളാനൊക്കെ പറഞ്ഞിട്ട് മാഷ് പോകും. അങ്ങനെ പിന്നീട് വേദനയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വേദ ചോദിക്കുന്നത്, സ്കൂൾ കാലഘട്ടത്തിൽ ഇത്രയും അടുപ്പമുണ്ടായിരുന്ന അച്ഛനും മോനും പിന്നീട് എങ്ങനെയാണ് ശ്രീജേടത്തി ഈ രീതിയിലായി തീർന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് കഥ പറയാനേ. പിന്നെ കാണിക്കുന്നത് പഴയ കാര്യങ്ങളാണ്. ശ്രീജ വിക്രമിന് ചോറ് പാത്രത്തിലാക്കാണ്. അപ്പോൾ ശ്രീജേടത്തി ചോറ് എടുത്തോ എന്ന് ചോദിക്കും. അതേ എടുത്തു. ഇന്ന് ചോറ് വേണ്ടാട്ടാന്ന് പറയാണ് കേട്ടോ. എന്താ? അതേ, കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു പാർട്ടി ഉണ്ട്, ഞങ്ങളുടെ ഗ്യാങ്ങിന് അവൻ ബിരിയാണി മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മാഷും കമ്പലാമൊക്കെ വരാം കേട്ടോ. ഭാഷ ചോദിക്കും, ഗ്യാങ്ങോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെ അച്ഛാന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ഗ്യാങ്ങിൽ എത്ര പേരുണ്ട്? 5-10 പേരുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ 10 ആൾക്ക് ബിരിയാണി മേടിക്കണമെങ്കിൽ എത്ര കാശാവും? ഒരു ബിരിയാണിക്ക് എത്ര കാശാവും? ഒരു 70 രൂപയ്ക്ക് ആവും വെച്ചാന്ന് പറയും കേട്ടോ. അപ്പോൾ 10 ആൾക്കാവുമ്പോൾ 700 രൂപയാവും. ഇന്നത്തെ കാലഘട്ടമനുസരിച്ചിട്ട് 25 കിലോ അരിയുടെ പൈസ. ഒരു മാസം ഒരു വീട് കഴിഞ്ഞു പോകേണ്ട ഒരു തുകയായില്ലേ മോനെ അത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ നീയാണെങ്കിൽ ഇങ്ങനെ നിൻ്റെ ബർത്ത്ഡേക്ക് ചിലവ് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അയ്യോ, അതിന് എൻ്റെ എവിടെ വെച്ചാൽ കാശ്? അതെ, നിൻ്റെ കയ്യിൽ കാശില്ല. കോളേജിൽ പഠിക്കുന്ന നിനക്ക് കാശിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും? അപ്പം കമലാമ്മ പറയുന്നത്, അത് അതിൻ്റെ അച്ഛനോ അമ്മയോ കൊടുത്തതായിരിക്കും മാഷേ എന്ന് പറയട്ടോ. ചിലപ്പോൾ കൊടുത്തതായിരിക്കും, ചിലപ്പോൾ വല്ല ബുക്കോ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് മേടിച്ചതായിരിക്കും. അയ്യോ അച്ഛ, അവൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല.
എന്തായാലും നീ ഈ ഒരു പാർട്ടിയിൽ പോകണ്ട എന്ന് പറയും. കാരണം നീ ഇന്നതിൽ പോയിട്ടുണ്ടെങ്കിൽ നാളെ നീയും അതുപോലെ കൊടുക്കേണ്ടി വരും. അതിന് അച്ഛൻ്റെ കാശില്ലാന്ന് നിനക്കറിയാലോ എന്ന് പറയും. നീ ഒരു കാര്യം ചെയ്യും, ശ്രീജ ഇവൻ്റെ ഭക്ഷണം എടുത്തോന്ന് ചോദിക്കും. ആ എടുത്തു, അതിങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് ശ്രീജ പാത്രം കൊടുക്കാണ് കേട്ടോ ഭക്ഷണത്തിൻ്റെ. കൊണ്ടാ നീ ആ ബാഗും കൊണ്ടുവന്ന് ഞാൻ നിന്നെ പോകുന്ന വഴിയിലാക്കി തരാം, ഈ ബാഗിൽ ഈ പാത്രം വെക്കട്ടെ എന്ന് പറയും കേട്ടോ. വേണ്ട അച്ഛാ, ഞാൻ പോയിക്കോളാം. അതിനെന്താ, ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്കല്ലേ നിൻ്റെ കോളേജ്, ഞാൻ നിന്നെ അവിടെ ആക്കിയിട്ട് പോകാം. വേണ്ട അച്ഛാ, നീ ആ ബാഗ് തായോ എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ ബാഗ് വിക്രം തന്നെ പതുക്കനെ മാറ്റി പിന്നിലേക്ക് വെക്കുമ്പോൾ മാഷ്ക്ക് സംശയമായിട്ട് ആ ബാഗ് വാങ്ങിച്ചു നോക്കണം കേട്ടോ. ബാഗ് വാങ്ങിച്ച് നോക്കുമ്പോൾ ഒരു ബുക്കിൻ്റെ ഇടയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് ഇരിക്കുന്നതാണ് കേട്ടോ. അയ്യോ അച്ഛ, എൻ്റെതല്ല അത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സിഗരറ്റ് പാക്കറ്റ് മാഷ് തുറന്ന് നോക്കുകയാണേ. തുറന്ന് നോക്കുമ്പോൾ അതിലൊരു പൊതി കാണുന്നുണ്ട്. അപ്പോൾ അത് കഞ്ചാവാണ് കേട്ടോ. അപ്പോൾ മാഷ് ഇങ്ങനെ മണപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ വിക്രമിനെ നോക്കുകയാണ്. അയ്യോ അച്ഛ, ഇതെൻ്റെ അല്ല അച്ഛ എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് മുഖത്ത് ആഞ്ഞൊരു അടി അടിക്കുകയാണ് കേട്ടോ. നീ കോളേജിൽ പോകുന്നത് ഇതിനാണോടാന്ന് ചോദിച്ചിട്ട് ഒറ്റ അടി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ എന്താ മാഷ് ഇത് എന്ന് ചോദിക്കുക. അവൻ്റെ എല്ലാം നാം പറഞ്ഞല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കഞ്ചാവാണെന്ന് പറഞ്ഞോട് കൂടിയിട്ട് കമലാമ്മ ആകെ ഞെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ വിക്രം എന്ന് വിളിച്ചിട്ട് കമലാമ്മ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രമിനെ മാഷ് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും കേട്ടോ. ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. കയ്യുമ്മലും പുറത്തും ഒക്കെ അടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് വേദനയും ശ്രീജനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ശ്രീജ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ വിക്രം അത് എന്താണ് സംഭവിച്ചതെന്ന് വിക്രം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അത് വിക്രമിൻ്റെ ആണെന്ന് ശ്രീജ അടുത്ത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, എനിക്കും അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ വിക്രം അത് തുറന്നു പറയണ്ടേ എന്താണ് സംഭവിച്ചതെന്ന്. അത് ഒരു പക്ഷേ ആരെങ്കിലും ബാഗിൽ വെച്ചതായിരിക്കും എന്നുള്ളൊരു സംശയമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ ഒരു ചതി നടന്നെന്ന് വിചാരിച്ചിട്ട് അച്ഛനത് മനസ്സിലാക്കിയില്ലേ? മാതാപിതാക്കൾക്കും ഇതിൽ കുറേ ഒരു പങ്കുണ്ട് എന്ന് പറയാൻ കേട്ടോ. പിന്നീട് അന്ന് രാത്രി വേറൊരു സംഭവം കൂടി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ശ്രീജ പറയാൻ കേട്ടോ. അന്ന് രാത്രി മാഷ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് കമലാമ്മ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് വിക്രമിന്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, സാറില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് അവൻ്റെ എല്ലാന്ന് അവൻ പറഞ്ഞല്ലോ, അവൻ അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. അപ്പോൾ മാഷ് പറയും, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അവനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൂട്ടുകെട്ടുകളൊന്നും വേണ്ട, സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതിയെന്ന്. ഇങ്ങനെ കൂട്ടുകെട്ടുകളൊക്കെ ആകുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്. അതുകൊണ്ടാണ് ഞാനതൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ കമലാമ്മ പറയാണ്, സാറില്ല, അത് കഴിഞ്ഞില്ലേ, ഞാൻ തല്ലിയത് അവന് വിഷമായി തോന്നുന്നില്ലല്ലേ എന്ന് മാഷ് ചോദിക്കുമ്പോൾ വിഷമായി, ഒരുപാട് കരഞ്ഞു, അവനെവിടെ പോയി എന്ന് ചോദിക്കും. അവൻ വായനശാലയ്ക്ക് ബുക്ക് എടുക്കാൻ വേണ്ടി പോയിക്കുക, കുറച്ച് ബുക്ക് കൊടുക്കാനുണ്ടെന്നൊക്കെ പറയും കേട്ടോ. സാരമില്ല, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ കമലാമ്മ പറയും, ഞാൻ അവൻ്റെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതുപോലുള്ള കൂട്ടുകെട്ടുകളിലൊന്നും ചെന്ന് പെടരുതെന്ന്. അവൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ അങ്ങനെ അടിയും വഴക്കുണ്ടാക്കാനോ കഞ്ചാവ് വലിക്കാനോ അങ്ങനെയുള്ളതിനൊന്നും അല്ല പോകുന്നത്. അതൊക്കെ എനിക്കറിയാൻ കമല, പക്ഷേ സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറയട്ടെ. അപ്പോഴേക്കും മാഷിൻ്റെ ഫോണിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്. അപ്പം മാഷാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അത് നോക്കുന്ന സമയത്ത് കോളേജിൽ വെച്ചിട്ട് വിക്രം അടികൂടാണ് ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിക്രമ ബാഗ് വെച്ചിട്ടൊക്കെ അടിക്കുന്ന ഭാഗം. നീയല്ലേ പറഞ്ഞത് നിൻ്റെ മോന് ഒരു ദുശീലങ്ങളും ഇല്ലാന്ന്, ദേ കണ്ടില്ലേ, കഞ്ചാവ് വലിക്കാനും അടിയുണ്ടാക്കാനും തന്നെയാണ് അവൻ കോളേജിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ കമലാമ്മയും ശ്രീജക്ക് ഞെട്ടിപ്പോകട്ടെ. മാഷാണെന്നുണ്ടെങ്കിൽ ചോറ് വലിച്ചിട്ട് എറിഞ്ഞിങ്ങാട്ട് അങ്ങോട്ട് പോകും. പിന്നീട് കമലാമ്മ മാഷ കാത്തിരിക്കാട്ടോ. മാഷ് പോയിട്ട് വന്നില്ല. അപ്പോൾ അമ്മ വന്ന് കിടക്ക്, വിക്രമും വന്നിട്ടില്ല, മാഷും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അത് സാറില്ല, അവർ വന്നോളും, വിഷം കിടന്നോ എന്ന് ചോദിക്കും. വിഷം കിടന്നു, വിശേട്ടം കിടന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വിക്രം വരികയാണ് കേട്ടോ. അപ്പോൾ വായനശാലയിൽ നിന്ന് ബുക്കൊക്കെ എടുത്തിട്ട് വരികയാണേ. അപ്പോൾ എന്താ അമ്മേ, എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? കള്ളോ? ഞാനെന്ത് കള്ളം പറഞ്ഞു? നീയല്ലേ പറഞ്ഞത് നീ യാതൊരുവിധ കൂട്ടുകെട്ടുകളിലും ഒന്നുമില്ല എന്നുള്ളത്. ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വിക്രമിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വിക്രം ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ തല കൊമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയാണ്, അപ്പോൾ മാഷ് സംശയിച്ചത് ശരിയാണല്ലേ, നീ തല്ലുകൂടാനും ഈ വക കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണല്ലേ കോളേജിൽ പോകുന്നത്. അമ്മേ, ഞാൻ എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞാൻ പറയട്ടെ അമ്മേന്ന് പറയും. വേണ്ട, നീ ഒന്നും പറയണ്ട, നിൻ്റെ ഈ ചെയ്ത്തുകൾ കണ്ടിട്ട് അത്താഴത്തിന് മുന്നിൽ ഒരു മനുഷ്യൻ വിഷമിച്ച് എഴുന്നേറ്റ് പോയിട്ടുണ്ട്, അത് നീ മറക്കണ്ടെന്ന് പറയണം. അങ്ങനെ ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഒരു കാലത്തും കയറ്റി പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീജ പറയുന്നുണ്ട്, അന്ന് രാത്രി വിക്രം എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് വീക്കിലെ പ്രേമമാണ് കേട്ടോ കാണിക്കുന്നത്. പ്രേമം എന്ന് പറയുന്നത് വിക്രം കോളേജിൽ വെച്ച് അടി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ആ ആൾക്കാർ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിൽ വന്നിട്ട് വിക്രമിനെ അടിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കോളേജിൽ നിന്ന് തന്നെ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് വിശ്വത്തിൻ്റെ പേരിൽ കേസാവാണ് കേട്ടോ. കാരണം 5 ലക്ഷം രൂപ വിശ്വം അവിടെ നിന്ന് മോഷ്ടിച്ചെന്നുള്ള രീതിയിലേക്ക് ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ എത്തിക്കുകയാണ്. അപ്പോൾ വേദയൊക്കെ ഈ ഒരു വിവരം പിന്നീടാണ് അറിയുന്നത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം ശ്രീജ പൊട്ടിക്കരയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിക്രം ഇങ്ങനെ എന്തോ ഒരു വിഷമൊക്കെ കഴിച്ചിട്ട് വീഴുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.